ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ നമ്മെ പിടികൂടാറുണ്ട്. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും, ഇബാദത്തുകൾ ചെയ്യാൻ എനിക്ക് പല പ്രയാസങ്ങളുണ്ട്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ ഖുശൂ ഇല്ല, ഭയഭക്തി കിട്ടുന്നില്ല, പ്രയാസമാണ്, ഒന്ന് ഖുർആൻ ഓതിയാൽ ഞാൻ ഒരു പേജ് ഓതുമ്പോഴേക്ക് ഞാൻ തളർന്നു പോവുകയാണ്, എനിക്ക് അസുഖം പിടിപെടുകയാണ്. മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളോട് നസീഹത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മജ്ലിസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, ശൈഖ് അവറുകളെ, ഞാൻ രക്ഷിതാവായ എൻ്റെ റബ്ബിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമേതാണ്? ഏത് മാർഗത്തിൽ ഞാൻ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൊണ്ട് തടയപ്പെടുകയാണ്. ഭൗതിക ലോകത്തെ പ്രയാസങ്ങളാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. മഹാനായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് മറുപടി കൊടുത്തത് എങ്ങനെയാണ്? അല്ലാഹുവിൻ്റെ രക്ഷിതാവാകുന്ന റബ്ബിൻ്റെ കവാടത്തിങ്കൽ താങ്കൾ പെരുമാറേണ്ടത് ഒരു കൊച്ചുകുട്ടി മാതാവിനോട് പെരുമാറുന്നത് പോലെയാണ്. ഉമ്മ എത്ര തല്ലിയാലും കുട്ടിയുമ്മയിലേക്ക് തന്നെ തെറിച്ചു വീഴും, ആട്ടിയോടിച്ചാലും കുട്ടിയുമ്മയുടെ അടുത്തേക്ക് തന്നെ ഓടിച്ചെല്ലുകയാണ്. ഉമ്മ എടുത്ത് നെഞ്ചോട് ചേർക്കുന്നത് വരെ ആ ചെറിയ കുഞ്ഞുമോൻ ആ കുട്ടിയതാത് തുടർന്നു കൊണ്ടിരിക്കുമല്ലോ. ഇതുപോലെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം, കഴിയുന്ന രൂപത്തിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഭൗതികമായ തടസ്സങ്ങൾ വന്നാലും ഇബാദത്തുകൾ മുടക്കാൻ പാടില്ല. എത്ര കഴിയുന്നു അത്രയും ചെയ്യുക എന്നുള്ളതാണ്. ആരാധനാ കർമ്മങ്ങൾക്ക് എന്ത് തടസ്സം നേരിട്ടാലും നമ്മുടെ പരിശ്രമം നിർത്താൻ പാടില്ല. ഒരു പ്രയാസത്തിൻ്റെ പേരിലും പിന്മാറാൻ പാടില്ല. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവിനറിയാമല്ലോ. പിന്മാറാതെ പരിശ്രമിക്കുന്ന പക്ഷം അല്ലാഹു അത് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് പ്രതിഫലം നൽകുകയാണ്. അല്ലാഹു നമുക്ക് അത്തരത്തിൽ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ.